ഡിയസ് വെൽക്കം ടു വി സ്കൂൾ അഗെയിൻ. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റീവ് എക്സാമിൻ്റെയും ബേസ് മേഖലയാണ്. ഈ പറയുന്ന മേഖല പഠിച്ചെങ്കിൽ മാത്രമേ, അതിൽ മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കോമ്പറ്റീവ് എക്സാം വിജയിച്ച് മുന്നേറാൻ സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും കോമ്പറ്റീവ് എക്സാമിൻ്റെ ഓരോ മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൽ വിജയിച്ച് മുന്നേറണമെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഓരോ മേഖലകളും, ബേസിക്സ് ടു കോമ്പറ്റീറ്റീവിലുള്ള ഓരോ മേഖലയും നിങ്ങൾ അടുക്കും ചിട്ടയോടും പഠിച്ചേ മതിയാകുകയുള്ളൂ. അത്തരത്തിലാണ് വി സ്കൂൾ ഈ ഇംഗ്ലീഷ് കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ നിർണായകമാകാൻ പോകുന്ന എക്സാമുകൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ക്ലാസ്സുകളെ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. സോ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ താഴെ കാണുന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയായ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. സോ ഓരോ ഇഡിയോമാറ്റിക് എക്സ്പ്രഷനും അതിൻ്റെതായ ഒരു മീനിങ് ഉണ്ട്, അതിൻ്റെതായ ഒരു യൂസേജ് ഉണ്ട്. അത്തരത്തിലാണ് ഈ പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഓരോ പോയിന്റും, സോ അതുകൊണ്ട് കോമ്പറ്റീവ് എക്സാമിൽ ഒരു ചോദ്യം ചോദിച്ചു പോകുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ അറിയണം, അതിൻ്റെ പോയിന്റ് നമുക്കറിയണം, അതെങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയണം. ഇതെല്ലാം അറിയണമെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഫുൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. സോ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ എ ആണ്. ആപ്പിൾ ഓഫ് വൺ സൈഡ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് ആപ്പിൾ ഓഫ് വൺ സൈഡ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ മലയാളത്തിൽ പറയും കണ്ണിലുണ്ണി എന്നൊക്കെ പറയും അല്ലേ. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെയാണ് ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറയുന്നത്. ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സോ മീനിങ് സം വൺ ഹൂ ഈസ് ചെറിഷ്ഡ് എബോവ് ഓൾ അതേഴ്സ്. എന്താണ് പറഞ്ഞ പോയിന്റ്? സം വൺ ഹൂ ഈസ് ചെറിഷ്ഡ് എബോവ് ഓൾ അതേഴ്സ്. എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരാളിനെ വിളിക്കുന്ന പേരാണ് ആപ്പിൾ ഓഫ് വൺ സൈ. നമ്മുടെ വീട്ടിലുണ്ടാവാം, നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് എന്താണ്? someone who is cherished above all others. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ഒന്നിനെയാണെന്ന് പറയുക ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ നോക്കിയേ, her little daughter is the apple of her eye എന്ന് പറഞ്ഞാൽ അവളുടെ കൊച്ചുകുട്ടി, അവളുടെ മകൾ, അവളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആപ്പിൾ ഓഫ് വൺ സൈ ആണ് അല്ലേ. നമ്മൾക്കറിയാം, നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നവരാണ് അല്ലേ. സോ അപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ആപ്പിൾ ഓഫ് വൺ സൈ. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ബൈറ്റ് ദ ബുള്ളറ്റ്സ്. ബൈറ്റ് ദ ബുള്ളറ്റ്, ഇതിന്റെ മീനിങ് എന്താ നോക്കിയേ. ബൈറ്റ് ദ ബുള്ളറ്റ്, ടു എൻഡർ എ പെയിൻഫുൾ സിറ്റുവേഷൻ ബ്രേവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എൻഡർ എ പെയിൻഫുൾ സിറ്റുവേഷൻ ബ്രേവ്ലി, ശക്തമായ, ധീരമായിട്ട് ഒരു വിഷമമേറിയ, ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയെ, ഒരു സാഹചര്യത്തെ മറികടക്കുക എന്നുകൂടിയാണ് ബൈറ്റ് ദ ബുള്ളറ്റിന് മീനിങ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വാക്ക് തന്നെയായിരുന്നു അത്, തീർച്ചയായിട്ടും. സോ എക്സാമ്പിൾ, ഐ ഹേറ്റ് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് ബട്ട് ഐ വിൽ ഹാവ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് അല്ലേ. എനിക്ക് ഈ ഡെന്റിസ്റ്റ് അടുത്ത് പോകുന്നതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ഐ വിൽ ഹാവ് ടു ബൈറ്റ് ദ ബുള്ളറ്റ് ആൻഡ് മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ്. പക്ഷെ ഞാൻ ധീരമായിട്ട് അതിന് കീഴടങ്ങി, ഞാൻ തീർച്ചയായിട്ടും അതിന് പോയേ പറ്റൂ എന്നതാണ് പോയിന്റ്. അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈഡ് മീനിങ് എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നർത്ഥം. സോ ബൈറ്റ് ദ ബുള്ളറ്റിന്റെ മീനിങ് എന്താണ്? ടു എൻഡ്യൂർ എ പെയിൻഫുൾ സിറ്റുവേഷൻ ബ്രേവ്ലി, ശക്തമായ, ധീരമായ ഒരു കാര്യത്തെ നമ്മൾ നേരിടുക എന്നതാണ് പോയിന്റ്. ഓക്കെ, സോ അടുത്ത പോയിന്റ് നോക്കൂ, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. എന്താണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ? To be upset about something that cannot be undone. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയപ്പോൾ അതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയും ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണേ. നമുക്ക് വെറുതെ എടുത്ത് ഉപയോഗിച്ച് കിട്ടുന്ന ഒരു മീനിങ് ഒന്നും അല്ല. ഇതിൻ്റെതായ ഒരു വെയിറ്റേജ് ഉണ്ട്, ഇതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, സോ എക്സാമ്പിൾ, there is no use of crying over spilled milk. ലെറ്റ്സ് ഫോക്കസ് ഓൺ ഫിക്സിങ് ദ മിസ്റ്റേക്ക്. അതായത് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ അല്ലെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
നമ്മൾ കൃത്യമായിട്ടും വിജയത്തിലെത്തണമെങ്കിൽ ശ്രദ്ധയൂന്നി മുന്നേറുക എന്നാണ് പോയിന്റ്. പിടികിട്ടുന്നില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ഡൗൺ ടു എർത്ത്. എന്താണ് ഡൗൺ ടു എർത്ത്? നമ്മൾ ഈ സമകാലിക ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ടംപററി ലൈഫിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡൗൺ ടു എർത്ത്. ഓ, ആ വ്യക്തി വളരെ ഡൗൺ ടു എർത്ത് ആണ്, ആ ഹീറോ ഡൗൺ ടു എർത്ത് ആണ്, ആ ആക്ടർ ഡൗൺ ടു എർത്ത് ആണെന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സാധാരണക്കാരനെ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഡൗൺ ടു എർത്ത്. ഓക്കെ, വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ സഹകരിക്കുന്നവരെ ഉപയോഗിക്കുന്ന വാക്കാണ് ഡൗൺ ടു എർത്ത്. എക്സാമ്പിൾ, പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ആണ് മീനിങ്. ആൻഡ് എക്സാമ്പിൾ ഇതാണ്, ഡെസ്പൈറ്റ് ഹിസ് ഫെയിം ദ ആക്ടർ വേസ് വെരി ഡൗൺ ടു എർത്ത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും പേരും പെരുമയൊക്കെ ഉണ്ടായിട്ടും അത് ഇപ്പോഴും എന്താണ്, ജനങ്ങൾക്കിടയിലൂടെയാണ് ജീവിക്കുന്നത്, സഞ്ചരിക്കുന്നത്. അത്ര വിനയമുള്ളവനാണ്, അത്ര പ്രാക്ടിക്കലാണ് എന്നാണ് പോയിന്റ്. അപ്പോൾ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് മീൻസ് ടു ബി അപ്സെറ്റ് അബൌട്ട് സംതിങ് ദാറ്റ് കനോട്ട് ബി അൺഡൺ. ചെയ്യപ്പെടാൻ കഴിയാതെ പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്തുപയോഗിക്കുക, ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് ഉപയോഗിക്കുക. ഇനി ഡൗൺ ടു എർത്ത് എന്താണ്, സാധാരണക്കാരനായിരിക്കുക എന്നാണ് പോയിന്റ്, അല്ലെ? എല്ലാവർക്കും ഒപ്പം നിൽക്കുക എന്നാണ് പോയിന്റ്. സോ നെക്സ്റ്റ് പോയിന്റ്, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്, അല്ലെ? ഏത് പ്രതിസന്ധിയിലും ഒരു വെള്ളി വെളിച്ചം ഉണ്ടാകും എന്നാണ് മീനിങ്. സോ എക്സാമ്പിൾ, അതിന്റെ മീനിങ് ഇതാണ്, എവറി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഹാസ് എ പോസിറ്റീവ് ആസ്പെക്ട്. എല്ലാ പ്രതിസന്ധികളും ഉണ്ടായാലും അല്ലെങ്കിൽ ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും അതിലൊക്കെയും എന്തുണ്ടാവും, ഒരു വിജയപ്രതീക്ഷ ഉണ്ടാകാം. അതാണ് പോയിന്റ്. എക്സാമ്പിൾ, ഐ ലോസ്റ്റ് മൈ ജോബ്. എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ബട്ട് ഐ ഫൗണ്ട് എ ബെറ്റർ വൺ. ഞാൻ പക്ഷേ ഒരു നല്ല ജോലി കണ്ടെത്തി. അതുകൊണ്ടാണ് പറയുന്നത് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. എല്ലാ പ്രതിസന്ധിയിലും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് നോക്ക്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അപ്പൊ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പോയിന്റ് തരും, കണ്ടോ? ആ പോയിന്റ് ഇത്തരത്തിലൊരു സ്ഥലത്താണ് ആപ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഗോട്ട് ഇറ്റ്? സോ നെക്സ്റ്റ് പോയിന്റ്, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എന്താണ് ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? നമുക്കറിയാം, ഒരു മത്സ്യത്തെ പിടിച്ച് പുറത്തിട്ടാൽ, കരയിലിട്ടാൽ എന്താണ് സംഭവിക്കുക? ആ കരയുമായി, ആ സ്ഥലവുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പോയിന്റ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് മീനിങ് എന്താണ്? ഫീലിംഗ് അൺകംഫർട്ടബിൾ ഇൻ ആൻ അൺഫെമിലിയർ സിറ്റുവേഷൻ. അപരിചിതമായ ഒരു സ്ഥലത്ത് നമുക്കൊരു അസുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം, നമുക്ക് ജോലി കിട്ടി, നമ്മൾ ജോലി കിട്ടിയത് മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലോ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്ഥലവുമായിട്ടും ആളുകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടു ഗോ. പക്ഷേ നമ്മൾ കുറെ കഴിയുമ്പോൾ അതോട് പൊരുത്തപ്പെടുമെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലവുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത, അല്ലെ ചില വ്യക്തികളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ യൂസ് ചെയ്യുക. സോ എക്സാമ്പിൾ, when he moved a new country he felt like a fish out of water. അയാൾ ഒരു പുതിയ രാജ്യത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അനുഭവപ്പെട്ടത്? ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. അപരിചിതമായ, അസന്തുഷ്ടിയുള്ള, അസുഖകരമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് പഠിച്ചു, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ പഠിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ഗെറ്റ് കോൾഡ് ഫേറ്റ്സ്. എന്താണ് ഗെറ്റ് കോൾഡ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ? മീനിങ് ഇത്രയേ ഉള്ളൂ, ടു ഫീൽ നെർവസ് ബിഫോർ ഡൂയിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനു മുമ്പ് നമ്മൾക്കൊരു നെർവസ് ആവും. അതെങ്ങനെ ചെയ്യും, അത് ശരിയാകുമോ, തെറ്റായി പോകുമോ, ഇനി എങ്ങനെ, എത്ര മനോഹരമാക്കി, ഇങ്ങനെയൊക്കെ ആശയക്കുഴപ്പമോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും. ചിലക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സോ ഇവിടെ പറഞ്ഞ ഗെറ്റ് കോൾഡ് ഫിറ്റ്, മീനിങ് ടു ഫീൽ നെർവസ് ബിഫോർ ഡൂയിങ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. സോ പ്രീട്ടിയിലെ അതിന്റെ എക്സാമ്പിൾ ഇതാണ്, ഷീ ഗോട്ട് കോൾഡ് ഫിറ്റ് ബിഫോർ ഹർ ബിഗ് പ്രസന്റേഷൻ ആൻഡ് ഓൾമോസ്റ്റ് ക്യാൻസൽഡ് ഇറ്റ്. ഷീ ഗോട്ട് കോൾഡ് ഫിറ്റ്, അതായത് അവൾ നെർവസ് ആയി പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്തിനു മുമ്പാടെ അവളുടെ ഒരു വലിയ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി അവൾ തയ്യാറായി, പക്ഷെ അതിനു മുമ്പ് തന്നെ അവൾ നെർവസ് ആയി. അതുകൊണ്ട് എന്ത് ചെയ്തു? സോ ക്യാൻസൽഡ് ഇറ്റ്. അതെന്ത് ചെയ്തു? നിർത്തിവെച്ചു. ഓക്കെ, അപ്പൊ അതാണ് ഗെറ്റ് കോൾഡ് ഫിറ്റ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? യെസ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്സ്. തലയിൽ ആണി അടിക്കുക എന്നാണോ? നോക്കാം മീനിങ്, ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം,
എന്താണ് ആ സാഹചര്യം എന്ന് വിലയിരുത്തി അതിന് കാരണമായതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ഡിസ്ക്രൈബ് ചെയ്യുക. ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി, കൃത്യമായ വിവരണം നൽകുക. എന്തിനെ കുറിച്ചാണ്? എന്താണ് ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാക്കുവാൻ, ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഗോട്ട് ഇറ്റ്? എക്സാമ്പിൾ, you hit the nail on the head when you said he lacks confidence. You hit the nail എന്താണ് on the head when you said he lacks confidence. അതായത് നിങ്ങൾ മനസ്സിലാക്കി എന്താണ് അവൻ ആ കാര്യം ചെയ്യാൻ ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി അത് അവതരിപ്പിച്ചു എന്നാണ് പോയിന്റ്. ഗുഡ് ഇറ്റ്. സോ നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദ സെയിം ബോട്ട്. എന്താണ് ഇൻ ദ സെയിം ബോട്ട് എന്ന് പറഞ്ഞാൽ? ഒരേ ബോട്ടിൽ എന്നാണ് അല്ലേ? ഒരേ മേഖലയിൽ സഞ്ചരിക്കുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ എന്നൊക്കെ അർത്ഥമാണ്. സോ മീനിങ് ഇതാണ്, ഇൻ ദ സെയിം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആസ് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള വിഷമഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഒരു പ്രധാനപ്പെട്ട ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഇൻ ദ സെയിം ബോട്ട്. സോ എക്സാമ്പിൾ, വി ഓൾ ഹാവ് ടു വർക്ക് അവർ ടൈം ദിസ് വീക്ക്. We are in the same boat. നമ്മളെല്ലാവരും ഈ ആഴ്ച ഓവർ ടൈം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സോ അതുകൊണ്ട് നമ്മളെല്ലാവരും we are in the same boat. നമ്മളെല്ലാം ഒരേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. Got it? So next point, jump on the bandwagon. എന്താണ് jump on the bandwagon എന്ന് പറഞ്ഞ അർത്ഥം? To adopt a popular activity or trend. നിലവിൽ ഏത് ട്രെൻഡാണോ വളരെയധികം നന്നായിട്ട് പോകുന്നത്, നമ്മൾ പറയത്തില്ലേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക അല്ലെ, നാടോടുമ്പോൾ നടുവേ ഓടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമുക്കൊരു ട്രെൻഡ് വരുമ്പോൾ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി നീങ്ങാറുണ്ട്, ആളുകൾ നീങ്ങാറുണ്ട് അല്ലേ? അതിന് പറയുന്ന പോയിന്റ് ആണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. സോ എക്സാമ്പിൾ, നൗ ദാറ്റ് എവ്രിവൺ ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ്, ഹി ഡിസൈഡ് ടു ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. എല്ലാവരും ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിക്കുന്ന കാലമാണ്, പണമൊക്കെ അങ്ങനെ നിക്ഷേപിക്കുന്ന കാലമായതുകൊണ്ട് അയാളും തീരുമാനിച്ചു ഞാനും അതിലേക്ക് എത്തിയേക്കാം, ആ ട്രെൻഡിനൊപ്പം നീങ്ങിയേക്കാം. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ഡിയേഴ്സ്, ഈ ക്ലാസിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ഓക്കെ.